അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് ഷുഐബ് നബി അലൈഹിസ്സലാം ജനങ്ങളെ ക്ഷണിക്കുന്നതിനെ കുറിച്ചായിരുന്നു, ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. അപ്പോൾ അതിന് മറുപടി എങ്ങനെയാണ് എന്നാണ് ഇന്നത്തെ ക്ലാസ്സിൽ തുടക്കം. ജവാബ് ഖൗമിഹി, 6 ജവാബ് ഖൗമിഹി, തൻ്റെ സമുദായത്തിൻ്റെ മറുപടി. ഓക്കെ, ഇങ്ങനെ എന്ത് ചെയ്തു? ഷുഐബ് നബി ഓരോ വിഷയങ്ങൾ പറഞ്ഞിട്ട് നിങ്ങൾ അളവിലും തൂക്കത്തിലും വ്യത്യാസപ്പെടുത്തരുതെന്നൊക്കെ പറഞ്ഞ് ജനങ്ങളെ ഇസ്ലാമിലേക്ക് കൊണ്ടുവരുമ്പോൾ അവർ എന്ത് പറഞ്ഞാലും ധിക്കരിക്കുന്ന ആളുകളല്ലേ. അപ്പോൾ അവരുടെ ഒരു മറുപടി എങ്ങനെയായിരുന്നു എന്നാണ് പറയുന്നത്. വഖദ് ദഖഖ അദ്കിയാഉഹും ഫി തഫ്സീരി ഹാദിഹി ദഅവ വതഅലീലിഹാ വഖാലു ഫി തീഹിൻ വസഹ്വിൻ കഅന്നഹും ഇക്തശഫു സിർറൻ വഫക്കു ലഗ്സ. വഖദ് ദഖഖ അദ്കിയാഉഹും, അവരുടെ ആ ജനങ്ങളിലുള്ള ബുദ്ധി കൂടിയ ആളുകൾ, ബുദ്ധിയുള്ള ആളുകൾ, ബുദ്ധി സാമർഥ്യമുള്ള ആളുകൾ, അവർ ദഖഖ എന്ന് പറഞ്ഞാൽ സസൂക്ഷ്മം പരിശോധിച്ചു, അഥവാ കീറി മുറിച്ച് പരിശോധിച്ചു, അല്ലെങ്കിൽ നല്ല സൂക്ഷ്മമായി പരിശോധന നടത്തി. ഫി തഫ്സീരി ഹാദിഹി ദഅവ, ഈ ഷുഐബ് എന്ന ഈ മനുഷ്യൻ ക്ഷണിക്കുന്നതിൻ്റെ വിശദീകരണത്തിൽ അവർ നല്ല പരിശോധിച്ചു. ഓക്കെ, അതായത് ഉള്ളിലേക്ക് ഇറങ്ങിയിട്ട് സൂക്ഷ്മമായി പരിശോധന നടത്തി. വതഅലീലിഹ, അതുപോലെ തന്നെ അവരുടെ കാരണം പറച്ചിലും. വഖാലു, എന്നിട്ട് അവർ പറഞ്ഞു. ഫി തീഹിൻ, തീഹ് എന്ന് പറഞ്ഞാൽ താഹ യതീഹു എന്ന് പറഞ്ഞാലും താഹ യതൂഹു, രണ്ട് ഫിലുകളാണുള്ളത്. താഹ യതൂഹു എന്ന് പറഞ്ഞാൽ അലഞ്ഞ് തിരിഞ്ഞ് നടക്കുക എന്നർത്ഥം. എന്നാൽ താഹ യതീഹു എന്ന് പറഞ്ഞാൽ അഹങ്കരിക്കുക, അഹന്ത നടിക്കുക എന്നൊക്കെ അർത്ഥം. അപ്പോൾ അതാണ് തീഹ്. വഖാലു ഫി തീഹിൻ, അവർ അഹങ്കാരത്തോടെ, അവർ അഹന്തയോടെ അല്ലെങ്കിൽ ഗർവോടെ എന്നൊക്കെ പറയുന്നത്, അഹങ്കാരത്തോടെ. വസഹ്വിൻ, സഹ്വ് എന്ന് പറഞ്ഞാൽ അതേ അർത്ഥം തന്നെ, ഗർവ്, അഹങ്കാരം, മഹന്ത എന്നൊക്കെ അർത്ഥം. അഹങ്കാരത്തോടെയും അഹന്തതയോടെയും അവർ പറഞ്ഞു. കഅന്നഹും ഇക്തശഫു, അവർ കണ്ടെത്തിയ പോലെ, അവർ കണ്ടെത്തിയ പോലെ. സിർറൻ, ഒരു രഹസ്യം അവർ കണ്ടെത്തിയ പോലെ, നിഗൂഢമായ ഒരു രഹസ്യം അവർ കണ്ടെത്തിയ പോലെ. അതുപോലെ തന്നെ ഔഫക്കു ലഗ്സതൻ, ഒരു നിഗൂഢമായ ലോഗസ് എന്ന് പറഞ്ഞാൽ കടങ്കഥ എന്നൊക്കെ ഉണ്ട്. എന്നാലും ഇവിടെ ഏറ്റവും ബെറ്ററായത് ഒരു മറഞ്ഞു കിടക്കുന്ന രഹസ്യമായ കാര്യം, നിഗൂഢമായ രഹസ്യം. ആ രഹസ്യം അവർ കെട്ടയച്ച പോലെ, ഫക്കു അവർ അയച്ച പോലെ. കഅന്നഹും ഫക്കു എന്നാണ്, അവർ കെട്ടയച്ച പോലെ, അവർ അയച്ചു വിട്ട പോലെ. ലഗ്സതൻ, ഒരു നിഗൂഢമായ രഹസ്യത്തെ അവർ കെട്ടയച്ചു വിട്ട പോലെ അവർ പറയുകയാണ്. യാ ഷുഐബു, ഷുഐബേ, അസ്വലാത്തുക, നിങ്ങളുടെ നിസ്കാരമാണോ? തഅ്മുറുക, നിങ്ങൾ കൽപ്പിക്കുന്നത്. അന്നത്രുക, ഞങ്ങൾ ഉപേക്ഷിക്കാൻ. മായഅ്ബുദു ആബാഉന, ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചതിന് ഞങ്ങൾ ഒഴിവാക്കണമെന്നാണോ നിങ്ങൾ കൽപ്പിക്കുന്നത്? മായഅ്ബുദു ആബാഉന, ഞങ്ങളുടെ ഉപ്പമാർ, ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ച ഒന്നിനെ ഞങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ കൽപ്പിക്കുന്നു. ഔ അന്നഫ്അല ഫീ അംവാലിന, ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മാനശാവ്, ഞങ്ങൾ ഉദ്ദേശിച്ചത് ഞങ്ങൾ ചെയ്യണം. ഇന്നക ലഅൻതൽ ഹലീമുർ റഷീദ്, നിങ്ങൾ ഹലീമും റഷീദുമാണല്ലോ എന്ന് അവർ ഷുഐബ് നബിയോട് പറയുകയാണ്. ഓ യാ ഷുഐബ്, ഷുഐബേ എന്നർത്ഥം കേട്ടോ. അപ്പോൾ എന്നിട്ട് ആ സ്വലാത്തുക, നിസ്കാരമാണോ കൽപ്പിക്കുന്നത്? എങ്ങനെ? സ്വലാത്തുക തഅ്മുറുക, നിസ്കാരമാണോ നിങ്ങൾ ഞങ്ങളോട് കൽപ്പിക്കുന്നത്? നിസ്കാരമാണോ നിന്നോട് കൽപ്പിക്കുന്നത്? അന്നത്രുക, ഞങ്ങൾ ഉപേക്ഷിക്കാൻ. എന്തിനുപേക്ഷിക്കാനും? മാ യഅ്ബുദ ആബാഉന, ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചത് ഒഴിവാക്കാനും. അതുപോലെ തന്നെ വഅന്നഫ്അല ഫീ അംവാലിന, ഞങ്ങളുടെ സ്വത്തുക്കളിൽ ഞങ്ങൾ ഉദ്ദേശിച്ചത് പ്രവർത്തിക്കുന്നതും ഞങ്ങൾ ഉപേക്ഷിക്കണമെന്നാണോ? ഞങ്ങൾ ഉപേക്ഷിക്കണമെന്ന് ഞങ്ങളുടെ പിതാക്കന്മാർ ആരാധിച്ചതും ഞങ്ങളുടെ സമ്പത്തിൽ ഞങ്ങൾ ചെയ്യുന്നത് നിങ്ങൾ ഉപേക്ഷിക്കണം എന്നും കൽപ്പിക്കുന്നൊരു നിസ്കാരം കൊണ്ടാണോ നിങ്ങൾ കൽപ്പിക്കുന്നത്? എന്നിട്ട് അവർ അഹങ്കാരത്തോടെ പറഞ്ഞു. നീ വളരെ സഹനശീലനും വിവേകിയും തന്നെയല്ലേ എന്നർത്ഥം. ഇന്നക ലഅൻത, അല്ലയോ നിങ്ങൾ തീർച്ചയായും ലഅൻതൽ ഹലീമുർ റഷീദ്, നല്ല സഹനശീലനും നല്ല ബുദ്ധിയുമുള്ള ആളുമല്ലേ എന്നൊരു കളിയാക്കിയിട്ട് അഹങ്കാരത്തോടെ അവർ ഷുഐബ് നബിയോട് ചോദിച്ചിട്ടോ. അപ്പോൾ ഷുഐബ് നബി ഇതൊന്നും പ്രശ്നമാക്കാതെ
ഷുഹൈബ് നബി തൻ്റെ ദഅവത്തിനെ വിശാലമാക്കുകയാണ്. യശ്റഹു ദഅവതഹു. അങ്ങനെ വതലത്തഫ ലഹും ഷുഐബ്. തലത്തഫ എന്ന് പറഞ്ഞാൽ ദയ കാണിക്കുക, അനുകമ്പ കാണിക്കുക. അവരോട് ഷുഐബ് നബി അലൈഹിസ്സലാം വളരെ ദയ കാണിച്ചു. ഫലം യഖ്സു. ഷുഐബ് നബി അലൈഹിസ്സലാം അവരോട് കാഠിന്യത പ്രവർത്തിച്ചില്ല. ഖസാവത്തുൽ ഖൽബ്, ഹൃദയത്തിൻ്റെ കാഠിന്യത എന്നൊക്കെ പറയും. അപ്പോൾ ലം യഖ്സു എന്ത് കാണിച്ചില്ല, യഖ്സു കാഠിന്യത കാണിക്കുക, പരുക്കൻ സ്വഭാവം കാണിക്കുക. അങ്ങനെ പരുക്കൻ സ്വഭാവമായിട്ട് ഷുഐബ് നബി പെരുമാറിയില്ല. വലം യഗ്ളബ്, ഷുഐബ് നബി അവരോട് ദേഷ്യപ്പെട്ടില്ല. അങ്ങനെ അഫ്ഹമഹും, അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. അഫ്ഹമഹും, അവരോട് ഫഹിമന മനസ്സിലാക്കുക, അഫ്ഹമന മനസ്സിലാക്കി കൊടുക്കുക. അപ്പോൾ അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അന്നഹു മാ ഹമലഹു അലാ ഹാദിഹി ദഅവ, അന്നഹു തീർച്ചയായും കാര്യം മാ ഹമലഹു അലാ ഹാദിഹി ദഅവ, ഈ പ്രബോധനത്തിൻ്റെ മേൽ പ്രേരിപ്പിക്കുന്ന കാര്യം, അല്ലെങ്കിൽ വന്നസിഹത്തി, ഈ ഉപദേശത്തിൻ്റെയും ഈ പ്രബോധനത്തിനൊക്കെ പ്രേരിപ്പിക്കുന്ന കാര്യം അതിനെ ചുമത്തിയത് ബഅദ സ്വംതിൻ തവീൽ, ഒരുപാട് നിശബ്ദതകൾക്ക് ശേഷം, ഒരുപാട് കാലം ദഅവത്തൊന്നുമില്ലാതെ ഇങ്ങനെ ആവാനുള്ള കാരണം വഅദമി തഅറുളിൻ, അതുപോലെ തന്നെ ലിമാ കാനു അലൈഹി മിൻ നഖ വഅദമി തഅറുളിൻ, അതുപോലെ തന്നെ വെളിവാകലില്ലാത്തതിനു ശേഷം, അതുപോലെ എന്താ പറഞ്ഞാൽ ഇങ്ങനത്തെ ദഅവത്തും കാര്യങ്ങളും ഒരുപാട് കാലങ്ങൾക്കില്ലായിരുന്നു. അതിന് ശേഷം ലിമാ കാനു, നിങ്ങളായതുകൊണ്ടാണ്, ലിമാ ഒന്നുകൊണ്ടാണ്, കാനു നിങ്ങളായിരിക്കുന്നു, അലൈഹി നിങ്ങളുടെ കാര്യത്തിൻ്റെ മേലായിരിക്കുന്നു, മിൻ അഖ്ലാഖിൻ ഫാസിദ, നിങ്ങൾ ചീത്ത സ്വഭാവത്തിൻ്റെ മേലായിരിക്കുന്നു. ഒരുപാട് കാലം ദഅവത്തിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ പോവുകയായിരുന്നു. പക്ഷേ നിങ്ങൾ എന്തായി മാറി, അഖ്ലാഖിൻ ഫാസിദ, നിങ്ങൾ ചീത്ത സ്വഭാവത്തിൻ്റെ മേലായി മാറി. അതുപോലെ തന്നെ തസറുഫാത്തിൻ ജായിറ, അക്രമപരമായ തസറുഫാത്ത് എന്ന് പറഞ്ഞാൽ കൈകാര്യം ചെയ്യലിലുമായി മാറി. അതുകൊണ്ടാണ് ഇങ്ങനെ ഈ ദഅവത്തും നസീഹത്തിനും ആവശ്യമായത്. മാ ഹമലഹു അലാ ഹാദിഹി ദഅവതി വന്നസിഹ, ഈ പ്രബോധനവും ഈ ഉപദേശവുമൊക്കെ പ്രേരിപ്പിക്കപ്പെടാനുള്ള കാരണം ലിമാക്കാനു, നിങ്ങളായതുകൊണ്ടാണ്, മിൻ അഖ്ലാഖിൻ ഫാസിദ, നിങ്ങൾ ചീത്ത സ്വഭാവത്തിൻ്റെ ആളുകളായി മാറി. അതുപോലെ തന്നെ തസറുഫാത്തിൻ ജായിറ, അക്രമപരമായ അനീതിയായ തസറുഫാത്ത് കൈകാര്യം ചെയ്യലും ആയതുകൊണ്ടാണ്. ഇല്ലാമാ അക്രമഹു അല്ലാഹു ബിഹി അഖീറൻ, ഇല്ലാമാ അക്രമഹു അല്ലാഹു തആല, മാ അക്രമഹു അല്ലാഹു ബിഹി അഖീറൻ, അവസാനം അല്ലാഹു തആല ആദരിച്ചു, ബിഹി അവസാനം ഷുഐബ് നബിയെ കൊണ്ട് അഖീറൻ അവസാനത്തിൽ അല്ലാഹു തആല ആദരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? ബിന്നുബുവത്തി വൽ വഹ്യി, ഷുഐബ് നബി അലൈഹിസ്സലാമിനക്ക് നബുവത്തും വഹ്യും നൽകൽ കൊണ്ട്. വമാ ശറഹ ലഹു സദ്റുഹു, അതുപോലെ തന്നെ ഷുഐബ് നബി അലൈഹിസ്സലാമിനിക്ക് ശറഹ ലഹു സദ്റു, അദ്ദേഹത്തിൻ്റെ ഹൃദയം വിശാല ചെയ്തു കൊടുത്തു. വആതാഹു നൂറൻ മിൻ ഇൻദി, അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരുപാട് പ്രകാശങ്ങൾ ഷുഐബ് നബിക്ക് കൊടുത്തു. ആതാഹു നൽകി, നൂറൻ പ്രകാശങ്ങളെ, മിൻ ഇന്ത്യ അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നും. അങ്ങനെ നിങ്ങൾ ചീത്ത സ്വഭാവത്തിൻ്റെ ആളുകളായത് കൊണ്ടാണ് ഇങ്ങനെ ഒരു ദഅവത്തിൻ്റെയൊക്കെ ആവശ്യമായതെന്ന് പറഞ്ഞു. വഅന്നഹു ലാ യഹ്മിലുഹു അലാ ദാലിക്കൽ ഹസദ്, വഅന്നഹു തീർച്ചയായും കാന ലാ യഹ്മിലുഹു അലാ ദാലിക്കൽ ഹസദ്, ഇതിൻ്റെ മേൽ പ്രേരിപ്പിക്കുന്ന അസൂയൊന്നുമല്ല ഇതിൻ്റെ മേൽ പ്രേരിപ്പിച്ചത്. വഖദാനാഹു അല്ലാഹു, അള്ളാഹുവാണ് ഐശ്വര്യമാക്കിയത്. വറസഖഹു, അള്ളാഹു നിങ്ങൾക്ക് റിസ്ഖായി ഔദാര്യമായി നൽകിയ ഹലാലൻ ത്വയ്യിബ, ഹലാലായ ത്വയ്യിബായ ഏറ്റവും നല്ല ഭക്ഷണങ്ങളും സുഭിക്ഷതയും എല്ലാം നിങ്ങൾക്ക് നൽകി. വഅന്നഹു ബിദാലിക സഈദ്, അവൻ അതുകൊണ്ടൊക്കെ വിജയിയാണ്. ഹനീഉൻ നഫ്സി, അതുപോലെ തന്നെ ഹനീഉൻ നഫ്സ് എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ റഹിയുൽ ബാലി എന്ന് പറഞ്ഞാൽ ഒരർത്ഥം നല്ല മനസ്സമാധാനമുള്ള വ്യക്തി എന്നർത്ഥം. ഹനീഉൻ നഫ്സി നല്ല മനസ്സമാധാനമുള്ള, മനഃശാന്തതയുള്ള. റഹിയുൽ ബാൽ നല്ല മനസ്സമാധാനമുള്ള. ഷാക്കിറുൽ ലില്ലാഹി തആല ബിൽ ഖൽബിൽ ലിസാൻ, ഷുഐബ് നബി ഷാക്കിറുൽ ലില്ലാഹി തആല ബിൽ ഖൽബി, ഹൃദയം കൊണ്ടും നാവ് കൊണ്ടും അള്ളാഹുവിനിക്ക് നന്ദി ചെയ്യുന്നതുമാണ്. സുമ്മ ഇന്നഹു, തീർച്ചയായും പിന്നെ, ഇന്നഹു അദ്ദേഹം, ലാ യൻഹാഹും, ഷുഐബ് നബി ലാ യൻഹാഹും അവരോട് വിരോധിക്കുന്നില്ല, അൻ അംരിൻ ഒരു കാര്യത്തെ വിരോധിക്കുന്നില്ല, എന്നിട്ട് വയർത്തക്കിബഹു എന്നിട്ട് ആ കാര്യം ചെയ്യുക എന്നതൊന്നില്ല എന്നർത്ഥം. അഥവാ ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുക എന്നിട്ട് ആ കാര്യം ചെയ്യുകയും ചെയ്യുന്നില്ല. ഓക്കെ,
അഥവാ ചെയ്യരുതെന്ന കാര്യം പിന്നെ ചെയ്യുന്നേ ഇല്ല. ആര്? ഷുഐബ് നബി അലൈഹി സ്വലാം. ലാ യൻഹാഹും അൻ അംരിൻ വയർത്തക്കിബ, അവരോട് വിരോധിക്കലോടൊപ്പം തന്നെ പ്രവർത്തിക്കുക എന്നൊന്ന് ഷുഐബ് നബിക്കില്ല. ലാ യൻഹാഹും, അവരെ ഷുഐബ് നബി വിരോധിക്കുന്നില്ല, അൻ അംരിൻ ഒരു കാര്യത്തെക്കുറിച്ച്, വയർത്തക്കിബഹു അതിനെ ഷുഐബ് നബി ചെയ്തിരിക്കെ അത് ചെയ്യരുതെന്ന് പറയുന്നില്ല എന്നർത്ഥം. വയംനഹും മിൻ ഷൈഇൻ, ഷുഐബ് നബി അവരെ തടയുന്നുമില്ല. വയഅ്തിഹു, ഷുഐബ് നബി അത് ചെയ്തുകൊണ്ടിരിക്കെ, ഷുഐബ് നബി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനം വരെ തടയുന്നില്ല. അഥവാ ഷുഐബ് നബി അലൈഹി സ്വലാം ചെയ്യുന്ന പ്രവർത്തനമാണ് അവരോടും ചെയ്യാൻ പറയുന്നത്. അവർ ചെയ്യുന്ന ചീത്ത പ്രവർത്തനങ്ങൾ ചെയ്യരുതെന്ന് പറയുമ്പോൾ തന്നെ ഷുഐബ് നബി അങ്ങനത്തെ പ്രവർത്തനങ്ങളൊന്നും ചെയ്യുന്നുമില്ല. വഇന്നഹു ലൈസ മിനല്ലദീൻ, അദ്ദേഹം ഇന്നഹു ലൈസ മിനല്ലദീന യഅ്മുറൂന അന്നാസ ബിൽ ബിർരി, അവൻ എന്ന് പറഞ്ഞാൽ ഷുഐബ് നബി അലൈഹി സ്വലാം ലൈസ അല്ല, മിനല്ലദീൻ ഒരു കൂട്ടം ആളുകൾപ്പെട്ട ആളുകൾ അല്ല. എങ്ങനത്തെ ആളുകളാണ്? യഅ്മുറൂന അന്നാസ ബിൽ ബിർരി, നന്മ കൊണ്ട് ജനങ്ങളോട് കൽപ്പിക്കും. വയൻസൗന അൻഫുസഹും, സ്വയം നഫ്സിനെ, സ്വയം തടിയെ അവർ മറന്നു പോവുകയും ചെയ്ത് സ്വയം ഉപദേശം ഉൾക്കൊള്ളാതെ മറ്റുള്ളവർക്ക് മാത്രം ഉപദേശിക്കുന്ന കൂട്ടത്തിൽപ്പെട്ട ആളല്ല ഷുഐബ് നബി അലൈഹി സ്വലാം. വലാ മിനല്ലദീൻ, ഒരു കൂട്ടരിലും പെട്ട ആളുകളല്ല. യഖൂലൂൻ, അവർ പറയുന്നു, മാലാ യഫ്അലൂൻ, അവർ പറയുന്നു, മാലായ ഫലൂൻ, അവർ ചെയ്യാത്ത ഒന്ന് പറയുന്ന ഒരു കൂട്ടത്തിലും പെട്ട ആളല്ല ആര്? ഷുഐബ് നബി അലൈഹി സ്വലാം. ഇന്നമാ യുരീദു ഇസ്ലാഹും, ഷുഐബ് നബി ഉദ്ദേശിക്കുന്നത് ഇസ്ലാഹും, ഇവരെ നന്നാക്കണമെന്നാണ്, ഇവരെ സംസ്കരിപ്പിച്ചെടുക്കണമെന്നാണ് ഷുഐബ് നബി അലൈഹി സ്വലാം ഉദ്ദേശിക്കുന്നത്. വഇസ്ആദഹും, അവരെ വിജയിപ്പിക്കണം, അവരെ സന്മാർഗത്തിൻ്റെ പാതയിൽ വിജയിപ്പിക്കണം. വഇൻഖാദഹും, അവരെ രക്ഷപ്പെടുത്തിയെടുക്കണം, മിനൽ അദാബ്, ശിക്ഷയിൽ നിന്നും ഇവരെ രക്ഷപ്പെടുത്തിയെടുക്കണം. അല്ലദീ യുഹല്ലിഖു അലാ റൂസിഹിം, അവരുടെ തലക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന ശിക്ഷ. അങ്ങനെ ഇവർ തിന്മകളിലായി കഴിഞ്ഞുകൂടി അവസാന നരകത്തിലേക്ക് എത്തുമ്പോൾ ആ ശിക്ഷയിൽ നിന്നും എന്നർത്ഥം. യുഹല്ലിഖു അലാ റൂസിഹിം, അതൊരു പ്രയോഗമായിട്ട് ഉപയോഗിക്കാറുണ്ട്, തലക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന എന്നർത്ഥം. ഫലസ്തീനിലെ മുസ്ലിങ്ങളെ കുറിച്ച് പറയുമ്പോഴൊക്കെ അറബി റിപ്പോർട്ടിലൊക്കെ ഒരുപാട് കാണാറുള്ളതാണ്. അവരുടെ മേൽ ബോംബുകൾ വട്ടമിട്ട് പറക്കുന്നു എന്നർത്ഥം. അല്ലെങ്കിൽ പ്രയാസങ്ങൾ, ദുരിതങ്ങൾ അവരുടെ തലക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുക. യുഹല്ലിഖു അലാ റൂസിഹിം, അവരുടെ തലക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുന്ന ആ ശിക്ഷകളിൽ നിന്നും ഇവരെ രക്ഷിപ്പിച്ചെടുക്കാനും. വ ഇന്നൽ ഫദ്ല കുല്ലുഹു യർജു ഇലല്ലാഹ്, എല്ലാ ഫദ്ലും, എല്ലാ നന്മയും, കുല്ലുഹു എല്ലാം, യർജു ഇലല്ലാഹ്, അള്ളാഹുവിലേക്കാണ് എല്ലാ നന്മയുടെയും അടക്കം. വ അലൈഹി ഇഅ്തിമാദു, അവനിൽ മാത്രമാണ് അവലംബമാക്കുന്നത്. വഖാൽ, എന്നിട്ട് ഷുഐബ് നബി അലൈഹി സ്വലാം പറഞ്ഞു, യാ ഖൗമി, എൻ്റെ ജനതേ എന്നർത്ഥം. യാ ഖൗമി, എൻ്റെ ജനതേ, അറഅയ്തും ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ മിർ റബ്ബി, അറഅയ്തും ഇൻ കുൻതും അലാ ബയ്യിനത്തിൻ മിർ റബ്ബി വറസഖനി മിൻഹു റിസ്ഖൻ ഹസന വമാ ഉരീദു അൻ ഉഖാലിഫകും ഇലാ മാ അൻഹാകും അൻഹു ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ മസ്തതഅതു വമാ തൗഫീഖി ഇല്ലാ ബില്ലാഹ് അലൈഹി തവക്കൽതു വഇലൈഹി ഉനീബ്. ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ, യാ ഖൗമി അറഅയ്തും എന്ന് പറഞ്ഞാൽ നിങ്ങൾ എനിക്ക് പറഞ്ഞു തരും. അറഅയ്തും, നിങ്ങൾ എന്താണ് കാണുന്നത്, നിങ്ങൾ എന്താണ് മനസ്സിലാക്കിയത്, നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലേ, നിങ്ങൾ എനിക്കൊന്ന് പറഞ്ഞു തരൂ എന്നൊരാശയത്തിന് എനിക്കാണ്. അറഅയ്തും, നിങ്ങൾ കണ്ടില്ലേ എന്നർത്ഥം. ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ, ഇൻ കുൻതു ഇൻ കുൻതു അലാ ബയ്യിനത്തിൻ, എൻ്റെ മിർ റബ്ബി, എൻ്റെ റബ്ബിൻ്റെ അടുത്ത് നിന്നുള്ള വ്യക്തമായ തെളിവിൻ്റെ മേലാണല്ലോ ഞാൻ, തെളിവോട് കൂടിയാണ്. അതുപോലെ തന്നെ വറസഖനി മിൻഹു, അവൻ എനിക്ക് റിസ്ക് തന്നു, മിൻഹു അവൻ്റെ അടുത്ത് നിന്നും, അഥവാ നല്ല ഭക്ഷണം, നല്ല സൗകര്യങ്ങൾ, സുഭിക്ഷത എനിക്ക് നൽകി. എന്നിട്ടോ റസഖിൻ റിസ്ഖൻ ഹസന, നല്ല ഭക്ഷണം, നല്ല സുഭിക്ഷത നൽകി. വമാ ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്ന അൻ ഉഖാലിഫകും, വമാ ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അൻ ഉഖാലിഫകും നിങ്ങളോട് എതിരാവാൻ, ഇലാ മാ അൻഹാക്കും ഒരു കാര്യത്തിലേക്ക്, അൻഹാക്കും നിങ്ങളെ വിരോധിക്കുന്ന ഒന്നിലേക്ക് ഞാൻ എതിരാവാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഇൻ ഉരീദു ഇല്ലൽ ഇസ്ലാഹ്, ഇൻ ഉരീദു ഞാൻ ഉദ്ദേശിക്കുന്നില്ല, ഇല്ലൽ ഇസ്ലാഹ നന്മ മാത്രമല്ല ഉദ്ദേശിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ ഞാൻ നന്മ മാത്രമേ ഉദ്ദേശിക്കുന്നുള്ളൂ. മസ്തതാത്തു എനിക്ക് കഴിയുന്നത്, എന്നെക്കൊണ്ട് കഴിയുന്ന വിധം നന്മ ഉണ്ടാക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വമാ തൗഫീഖി ഇല്ലാ ബില്ലാ, എൻ്റെ കഴിവുകൾ അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ്.
തൗഫീഖി എൻ്റെ സൗഭാഗ്യങ്ങളെല്ലാം അള്ളാഹുവിനെ കൊണ്ട് മാത്രമാണ്. അലൈഹി തവക്കൽതു ആ റബ്ബിലാണ് ഞാൻ ബരമേൽപ്പിക്കുന്നത്. വഇലൈഹി ഉനീബ് അവനിലേക്കാണ് ഞാൻ മടക്കപ്പെടുന്നത്, അവങ്കലേക്കാണ് ഞാൻ ഖേദിച്ച് മടങ്ങുന്നത് എന്ന് ശുഐബ് നബി അലൈഹിസ്സലാം അവരോട് പറഞ്ഞു. ഇത്രയും ഭാഗങ്ങളൊന്ന് നോക്കട്ടോ, പദങ്ങളും കാര്യങ്ങളും. സൂറത്തുൽ ഹൂദിലെ 87 88 ആയത്തുകളാണ് ഈ പാഠത്തിൽ വന്നത് കേട്ടോ, അത് നോക്കുക. പിന്നെ അതുപോലെ തന്നെ പദങ്ങൾ നോക്കുമ്പോൾ തവക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? തവക്കൽ എന്ന് പറഞ്ഞാൽ തവക്കുലാക്കുക. തൗഫീഖ് പറഞ്ഞാൽ സൗഭാഗ്യങ്ങൾ എന്നൊക്കെ അർത്ഥത്തിന്. കുനീബ് പറഞ്ഞാൽ ഖേദിച്ച് മടങ്ങുക എന്നർത്ഥം. ഇസ്ലാഹ് പറഞ്ഞാൽ നന്മ. മസ്തതഅതു എന്ന് പറഞ്ഞാൽ സാധിക്കുന്ന അത്ര എന്നർത്ഥത്തിനിക്ക്. പിന്നെ റബ്ബി വറസഖനി ഹല്ലഖ അൽ റൂസ് എന്ന് പറഞ്ഞാൽ തലക്ക് മുകളിൽ വട്ടമിട്ട് പറക്കുക എന്നർത്ഥം. ഹല്ലക യുഹല്ലികു ട്ടോ. യർജിഉ മടങ്ങുക, ഇത്തിമാദ് അവലംബം, ഇസ്ആദ് വിജയിപ്പിക്കുക, ഇൻഖാദ് പറഞ്ഞാൽ രക്ഷപ്പെടുത്തുക, ഇസ്ലാഹ് പറഞ്ഞാൽ നന്നാക്കുക. ഇവിടെ നല്ല ശ്രദ്ധിക്കണം. ലയൻഹാഉ മൻ അംരിൻ വയർതകിബു, അങ്ങനെ ഒരു കാര്യം വിരോധിക്കലോടൊപ്പം തന്നെ ചെയ്യുക എന്നത് ശുഐബ് നബിക്കില്ല. അതുപോലെ തന്നെ ഒരു കാര്യം വിരോധിക്കലോടൊപ്പം തന്നെ അത് ചെയ്യുക എന്നുള്ളതും ഇല്ല എന്നർത്ഥം കേട്ടോ. യഅ്മുറൂന അന്നാസ ബിൽ ബിർരി, ജനങ്ങളോട് നന്മ ചെയ്യാൻ കൽപ്പിക്കുക, എന്നിട്ട് വയൻസൗന അൻഫുസഹും സ്വയം ശരീരത്തെ അവർ മറന്നു കളയുകയും ചെയ്യുക. ഹനി ഉന്നഫ്സ് റഹി ഉൽബാൽ എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സമാധാനമുള്ള മനഃശാന്തതയുള്ള വ്യക്തി എന്നർത്ഥം. ഹസദ് പറഞ്ഞ അസൂയ, ഖിനാഉ പറഞ്ഞ ഐശ്വര്യമാക്കുക, ഖിലാഖിൻ ഫാസിദ് പറഞ്ഞ ചീത്ത സ്വഭാവം, തസറുഫാത്ത് പറഞ്ഞ കൈകാര്യം ചെയ്യലുകൾ, കൈകടത്തലുകൾ, ജാഇറത്ത് എന്ന് പറഞ്ഞ അക്രമപരമായ അനീതിപരമായ എന്നർത്ഥം. പിന്നെ ശറഹ പറഞ്ഞാൽ വിശാലമാക്കി കൊടുക്കുക. ഖസ യഖ്സു എന്ന് പറഞ്ഞാൽ കാഠിന്യ സ്വഭാവം കാണിക്കുക, പരുക്ക സ്വഭാവം കാണിക്കുക എന്നൊക്കെ അർത്ഥട്ടോ. തലത്തഫ എന്ന് പറഞ്ഞാൽ ദയ കാണിക്കുക. പിന്നെ അതുപോലെ തന്നെ ദഖഖ എന്ന് പറഞ്ഞാൽ സൂക്ഷ്മമായി പരിശോധിക്കുക. ഓക്കെ. തഅലീൽ പറഞ്ഞാൽ കാരണം പറയുക. ഇക്തശഫു സിറൻ എന്ന് പറഞ്ഞാൽ ഒരു രഹസ്യം കണ്ടെത്തുക. വഫക്കു ലഗ്സത്ത് എന്ന് പറഞ്ഞാൽ നിഗൂഢമായ ഒരു രഹസ്യം അതിനെ കെട്ടയിക്കുക എന്നൊക്കെ അർത്ഥട്ടോ. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ നോക്കുക. അസ്സലാമു അലൈക്കും.